വർഷങ്ങളായി ബി.ജെ.പിയുടെ ആവശ്യമാണ് ഹിന്ദു ഐക്യം. ഇപ്പോൾ ആ ഹിന്ദു ഐക്യത്തിന്റെ ഭാഗമായി എൻ.എസ്.എസ്. എസ്.എൻ.ഡി.പി യോജിക്കുമ്പോൾ എൻ.എസ്.എസിന്റെ സെക്രട്ടറി അദ്ദേഹം വലിയ വിമർശനമാണ് ബി.ജെ.പിക്കെതിരെ ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ച് ശബരിമലയുമായി ബന്ധപ്പെട്ട് 11 വർഷമായി അവർ എന്ത് ചെയ്തു എന്നാണ് സുകുമാരൻ നായർ ചോദിക്കുന്നത്. അതെന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ തുടർച്ചയായി സുരേഷ് ഗോപിക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നത്, ശബരിമല പ്രശ്നത്തിൽ വിമർശനം ഉന്നയിക്കുന്നത്? അതെന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ വിമർശനം ഉന്നയിക്കാനുള്ള കാരണം എന്താണ്? ഈ ഹിന്ദു ഈഴവ ഐക്യത്തിൽ കൂടി ഹിന്ദു ഐക്യം ഉണ്ടാകും അല്ലെങ്കിൽ ഉണ്ടാകണം എന്നാവശ്യപ്പെടുന്നത് വെറും ഒരു സ്വപ്നമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരിക്കലും ഇവ രണ്ടുപേരും തമ്മിൽ ചേർന്ന് കഴിഞ്ഞാൽ, അതായത് സുകുമാരൻ നടേശൻ ചേർന്ന് കഴിഞ്ഞാൽ ഒരിക്കലും ഹിന്ദു ഐക്യം ഉണ്ടാവില്ല. ഹിന്ദുക്കളിൽ 2 വിഭാഗങ്ങൾ മാത്രമല്ല ഉള്ളത്, വേറെയും ഒരുപാട് വിഭാഗങ്ങളുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ പണ്ട് മുതൽ പറയുന്നത് നായാടി മുതൽ നമ്പൂരി വരെയുള്ള ഒന്നിക്കണം എന്നാണ് വർഷങ്ങൾ പറഞ്ഞത്. അന്ന് അതിനെ പാരവെച്ച ആളാണ് സുകുമാരൻ നായർ. നമ്മൾ സംഘടനകൾ പലതായിട്ട് നിന്നാൽ മതി, എന്നാൽ നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ കഴിയൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ് സുകുമാരൻ നായർ. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ ഈ ഒരു ഐക്യത്തിന് വേണ്ടി വെള്ളാപ്പള്ളി നടേശൻ ശ്രമിച്ച സമയത്ത് സാമ്പത്തിക സമ്മാനത്തിൻ്റെ പേരും പറഞ്ഞ് അതിൽ ചേരാവുന്ന ആളാണ് സുകുമാരൻ നായർ. ഇപ്പോൾ എന്തുകൊണ്ട് രണ്ടുപേരും ചേരും ചോദിച്ചു കഴിഞ്ഞാൽ, പലരും ഈ പത്രങ്ങളൊക്കെ മാധ്യമങ്ങൾ പറയുന്ന പോലെ ഈ 2 സമുദായങ്ങൾ തമ്മിലുള്ള ഐക്യം പണ്ടേ ഇവിടെ ഉണ്ട്. അതിന് ഇവരായിട്ട് ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. നായർ ഈഴവരും തമ്മിൽ അവിടെ വല്ല ഐക്യത്തോടെ തന്നെയാണ് കഴിഞ്ഞു പോകുന്നത്. അവരെല്ലാ കാര്യങ്ങളിലും പരസ്പരം സഹകരിച്ച് തന്നെ മുന്നോട്ട് പോകുന്നു. ഇവരുടെ രണ്ടുപേരുടെ സംഘടനകൾ എസ്.എൻ.ഡി.പി എൻ.എസ്.എസ് എന്ന് പറയുന്ന സംഘടനകളാണ് യോജിക്കാതെ നിൽക്കുന്നത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അവർക്ക് സംഘടനാപരമായ പല താല്പര്യങ്ങളും അല്ലെങ്കിൽ സമുദായ സംഘടന താല്പര്യങ്ങളാണ് രണ്ടാൾക്കുള്ളത്. ഇപ്പോൾ ഒരുമിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പിണറായി വിജയൻ്റെ മുഖ്യമന്ത്രിയുടെ താല്പര്യപ്രകാരമാണ് ഇപ്പോൾ ഇവരുടെ ഒരു കളി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ ഒരിക്കലും ഹിന്ദു ഈഴവ ഐക്യമെന്ന് ഞാൻ ഒരിക്കലും വിശേഷിപ്പിക്കില്ല. ഇത് കേവലം 2 വ്യക്തികൾ തമ്മിലുള്ള ഐക്യം മാത്രമാണ്. കാരണം പിണറായി ഐക്യം, അതെ പിണറായി ഐക്യമാണ്. ഈ 2 പേർക്കും ഒരുപാട് കേസുകളുണ്ട്. 2 കൂട്ടരും ഈ പറഞ്ഞ കേസുകൾ കൊണ്ട് വലിഞ്ഞു നിൽക്കുന്നവരാണ്. അത് അഴിമതിയുണ്ട്, സംഘടനാപരമായ കുത്തിത്തിരിപ്പടത്തിയ കേസുകൾ സംഭവമുണ്ട്. അങ്ങനെ പല കേസുകളിൽ പെട്ട് കിടക്കുന്നതാണ് 2 പേര്. ഇതിൻ്റെ എല്ലാ ഫയലുകളും മുഖ്യമന്ത്രിയുടെ കയ്യിലിരിപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം വിചാരിച്ച 2 പകത്താക്കാൻ വലിയ താമസമൊന്നുമില്ല. ഇത് നന്നായിട്ട് അറിയുന്ന ആളുകളാണ് ഇവർ 2 പേര്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിണറായിക്കൊപ്പം നിൽക്കേണ്ട, പിണറായിയോട് ചേർന്ന് നിൽക്കേണ്ട ഇവരുടെ 2 പേരുടെയും ആവശ്യമുള്ള കാലഘട്ടത്തിൽ ആവശ്യമൊന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മുടെ പേരുള്ള കേസുകൾ എങ്ങനെയെങ്കിലും തേച്ച് മാറ്റി കളയണം. ഒരു ടേം കൂടി മുഖ്യമന്ത്രിയായിട്ട് പിണറായി വിജയൻ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം തേച്ച് മാറ്റി കൊടുക്കാം എന്ന ഒരു ഉറപ്പ് ഈ 2 പേർക്കും കൊടുത്തിട്ടുണ്ടാവണം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ UDF-നെതിരെയും BJP-ക്കെതിരെയായിട്ടുള്ള ഇവരുടെ ഈ പറഞ്ഞുള്ള ഭർസനങ്ങൾ നടക്കുന്നതാണ്. അതിന് വളരെ മോശമായിട്ട് പ്രതികരിക്കുന്നത് ഇതിലെ മുന്തിയ വിഷമായ സുകുമാരൻ നായരാണ്. ഈ രണ്ട് വിഷമാണ്. അതിൽ ഏറ്റവും മുന്തിയ വിഷം എന്ന് പറയുന്നത് സുകുമാരൻ നായരാണ്. പുള്ളി ഈ സംഭവത്തിന് ശേഷം ഒരു പത്രസമ്മേളനം നടത്തി. ആ പത്രസമ്മേളനത്തിൽ ഉപയോഗിച്ച ചില വാചകങ്ങളൊക്കെ നായർ സമുദായം പോലുള്ള സമുദായത്തിൻ്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ഇരിക്കുന്ന ആൾക്ക് ഉപയോഗിക്കാൻ പാടില്ലാത്ത പദങ്ങളാണ് ഇത് ഉപയോഗിച്ചത്. പുള്ളി പറഞ്ഞത് പമ്പയിൽ അയ്യപ്പ ഭക്തർ മുങ്ങി വരുമ്പോൾ തീട്ടക്കണ്ടികൾ ശരീരത്തിലെത്തുകൊണ്ടാണ് പൊങ്ങുന്നത്. 10 വർഷം കൊണ്ട് BJP സർക്കാർ ഇതിനു വേണ്ടി എന്ത് ചെയ്തു എന്നാണ് ചോദ്യം. കേന്ദ്രത്തിൽ ഭരിക്കുകയാണ്, എന്തിവിടെ BJP ചെയ്തത്? ഇയാൾ ഇത്രയ്ക്ക് വിവരദോഷിയാണോ? കേന്ദ്രത്തിൻ്റെ ജോലിയാണോ പമ്പ ശുചിയാക്കൽ? ഇദ്ദേഹത്തിൻ്റെ തന്നെ നേതൃത്വം കൊടുത്ത്, അതായത് എല്ലാ കാലത്തും ഈ NSS എന്ന് പറയുന്ന, പ്രത്യേകിച്ച് സുകുമാരൻ നായർ NSSൻ്റെ ജനറൽ സെക്രട്ടറി സമയത്തെല്ലാം അദ്ദേഹം UDF-നെ തോളിലേറ്റ് നടന്നവനാണ്. അതായത് കോൺഗ്രസ്, പ്രത്യേകിച്ച് കോൺഗ്രസും ലീഗിൻ്റെയും വേണ്ടപ്പെട്ട ആളാണ് സുകുമാരൻ നായർ. ഈ വെള്ളാപ്പള്ളി തള്ളിപ്പറയുമ്പോഴും ലീഗിനെ തള്ളിപ്പറയാത്തൊരു മനുഷ്യനാണ് സുകുമാരൻ നായർ. അത് നമ്മൾ പലരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. ലീഗുമായിട്ട് വലിയ ബന്ധം, അണ്ടർഗ്രൗണ്ട് ബന്ധമുള്ളൊരു മനുഷ്യനാണ് സുകുമാരൻ നായർ എന്ന് പറയുന്നത്. അപ്പോൾ പുള്ളിയെ സംബന്ധിച്ചിട്ട് ഈ 10-60 വർഷമായിട്ട് കേരളം മാറി മാറി ഭരിച്ചത് ഇടതിനും വലുതിനുമാണ്. ഓരോ സമയത്തും ശബരിമല സീസൺ വരുമ്പോഴത്തെ അവിടെ നിന്ന് പൈസ അടിച്ചുകൊണ്ട് പോകുന്ന ഈ 2 കൂട്ടരുമാണ്. ഇവരുടെ രാഷ്ട്രീയ പരവർക്ക് വേണ്ടപ്പെട്ട കുടുംബക്കാരുടെ പൈസ എല്ലാം കൊണ്ടുപോകുന്നത്. എന്നിട്ടും ഇപ്പോൾ ജയിലിൽ കിടക്കുന്നതും സുകുമാരൻ നായർക്ക് വേണ്ടപ്പെട്ടാണ് കിടക്കുന്നത്. മുരാരി ബാബു വഴി ഇയാളുടെ വീട്ടിലും കാണും ഈ തട്ടിക്കൊണ്ടേ സാധനങ്ങളൊക്കെ മിക്കവാറും സുകുമാരൻ നായർ വീട്ടിലും കാണും ഈ തട്ടിപ്പിൻ്റെയൊക്കെ ഭാഗങ്ങൾ. അതൊക്കെ വിശദാന്വേഷണത്തിലൂടെ വെളിയിൽ വരാതിരിക്കുന്നു. അപ്പോൾ ഇദ്ദേഹം പറയാണ് ഈ ശബരിമലയിലെ അയ്യപ്പന്മാരുടെ തീട്ടക്കണ്ടികൾ മുങ്ങിയാണ് എണീക്കുന്നതെന്നുള്ളതാണ്. അപ്പോൾ ഇത് ആരെ അവഹേളിക്കുന്നത്? മലയാളികളല്ലേ. മലയാളികളെ ശബരിമലയിൽ പോകുന്ന മലയാളികളെല്ലാം പമ്പയിലാണോ ഈ വിസർജനം നടത്തുന്നത്? അല്ലെങ്കിൽ വരുന്ന മറ്റ് ഭക്തരെല്ലാം പമ്പയിലാണോ വിസർജനം ചെയ്യുന്നത്? ഇയാൾ ശബരിമലയിൽ പോയിട്ടുണ്ടോ? കഴിഞ്ഞ കുറേ എന്താണ് പമ്പയുടെ അവസ്ഥ എന്ന് ഈ മനുഷ്യനറിയാമോ? അപ്പോൾ
അയ്യപ്പ ഭക്തരെയും മലയാളികളെയും ഒരേ സമയം അപമാനിക്കുന്ന തരത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ഈ വർത്തമാനം എന്ന് പറയുന്നത്. എന്ത് പിന്നെ ഭക്തിയാണ് അല്ലെങ്കിൽ എന്ത് സ്നേഹമാണ് ഇദ്ദേഹത്തിന് ശബരിമലയോടുള്ളത്? അല്ലെങ്കിൽ തന്നെ ഈ BJP ആണോ ഈ വന്ന് ഈ പമ്പ ശുചീകരിക്കേണ്ടത്? അത് ശുചീകരിക്കേണ്ട ഇവിടുത്തെ സംസ്ഥാന സർക്കാരുകളല്ലേ? സംസ്ഥാന സർക്കാരൊന്നും ചെയ്യുന്നില്ല. അവിടെ ആവശ്യം ശൗചാലയങ്ങൾ നൽകുന്നില്ല, ഈ പമ്പ സമയത്തിന് ശുദ്ധീകരിക്കുന്നില്ല, അവിടെയുള്ള സൗകര്യങ്ങൾ കൊടുക്കുന്നില്ല. ഇതൊന്നും ഇയാൾ പറയുന്നില്ല. മറിച്ച് പറയുന്നത് BJP ആണ് ഇതിൻ്റെ പിന്നിൽ എന്നാണ് സുകുമാരൻ നായരുടെ പത്രസമ്മേളനത്തിൽ പറയും. വളരെ നികൃഷ്ടമായ രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചതെന്നുള്ളതാണ്. ഇനി മറ്റൊരു വസ്തുത, സുകുമാരൻ നായർ മറന്നുപോയൊരു കാര്യം, നമുക്ക് ഓർമ്മിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ 10 വർഷം എന്തെങ്കിലും ചോദിച്ചല്ലോ, 2015-16 കാലയളവിൽ നരേന്ദ്രമോദി സർക്കാർ 100 കോടി രൂപയാണ് ശബരിമല വികസനത്തിന് വേണ്ടി ചെലവഴിച്ചത്. അതായത് ശബരിമല വികസന സമിതി, ശബരിമല ഡെവലപ്മെൻറ്റ് കൗൺസിൽ എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ട്, ആ സംവിധാനം മാസ്റ്റർ പ്ലാൻ എന്ന് പറയും, അതിന് കൊടുത്തത് 100 കോടി രൂപയാണ്. ഇപ്പോഴത്തെ പ്രസിഡന്റ് K. ജയകുമാറായിരുന്നു അതിൻ്റെ ചെയർമാൻ. ആ പൈസ എവിടെ പോയി? സുകുമാരൻ നായർക്ക് വേണ്ടപ്പെട്ടവരുണ്ടായിരുന്നു ആ കൗൺസിലിൽ മെമ്പർമാരായിട്ട്. എന്ത് പണിയാണ് അവർ ചെയ്തത്? ശബരിമലയിലെ വേസ്റ്റ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് അടക്കമുള്ള വലിയ പ്രോജക്റ്റുകളായിരുന്നു ആ പൈസ ഉപയോഗിച്ച് വിനിയോഗിക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്നത്. പക്ഷേ ആ പണം എങ്ങനെ വിനിയോഗിച്ചൊന്നും രേഖകളില്ല, കണക്കും വഴക്കുമില്ല, ഒന്നുമില്ല. ആ പൈസ അങ്ങോട്ടും ഇതിന് പിടിയില്ല. അതിലും വലിയ തട്ടിപ്പ് മിക്കവാറും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ ഇത് അദ്ദേഹത്തിന് അറിയാഞ്ഞിട്ടല്ല. കാരണം ഈ കൗൺസിൽ, അതായത് ശബരിമല ഡെവലപ്മെൻറ്റ് കൗൺസിലിൽ ഇദ്ദേഹത്തിൻ്റെ പ്രതിനിധികളുണ്ടായിരുന്നു. മാത്രമല്ല UDF ഓരോ കാലഘട്ടത്തിലും അധികാരത്തിൽ വരുമ്പോൾ ദേവസ്വം ബോർഡ് മെമ്പർമാർ NSനോട് ചോദിച്ചിട്ടാണ് നിയമിക്കുന്നത്. ഒരു സീറ്റ് NSSന് പറയുന്ന ആളിനാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ശബരിമലയിൽ NSSന് നേരിട്ട് അവിടുത്തെ ഭരണത്തിൽ ഇടപെടലുണ്ടായിരുന്നിട്ടും ഈ കാര്യങ്ങളൊന്നും ചെയ്യാതെ ഇപ്പോൾ അദ്ദേഹം പറയാണ് BJP ആണ് ഈ വൃത്തികേടിനെല്ലാം കാരണം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും പിണറായി വിജയനെ സൂപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ഇതിൽ BJPക്കാർ മനസ്സിലാക്കേണ്ട, കേരളത്തിലെ BJPക്കാർ മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട്. ഇതുപോലുള്ള സമുദായ മുതലാളിമാരെ വീട്ടിൽ കയറി ഇറങ്ങി അവരുടെ അഭിമാനം കളയാതിരിക്കുകയാണ് മെച്ചം. കേരളത്തിലെ നായന്മാരും ഈഴവന്മാരും ഒക്കെ മഹാഭൂരിപക്ഷം. അദ്ദേഹം മറ്റൊരു കാര്യം പറഞ്ഞു, ഈ സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി തൃശ്ശൂർ പിടിച്ചതുപോലെ പെരുന്ന പിടിക്കാൻ NSS പിടിക്കാമെന്ന് കരുതണ്ടെന്ന് വിമർശനവും പറയുന്നുണ്ട്. അല്ല, അത് പറ്റില്ല. കാരണം വെച്ചാൽ ഒരു ടൈപ്പിസ്റ്റായിട്ട് NS ആസ്ഥാനത്ത് കടന്നു കയറി പ്രസിഡന്റിന്റെ PA ആയി കുതന്ത്രങ്ങളുടെയും കുബുദ്ധിയിൽ കൂടി NS പിടിച്ചെടുത്ത ആളാണ് സുകുമാരൻ നായർ. അപ്പോൾ അയാളെപ്പോലെ കുതന്ത്രങ്ങളൊന്നും സുരേഷ് ഗോപിക്കില്ല. അതുകൊണ്ട് തന്നെ NS പിടിച്ചാലുള്ള ഉദ്ദേശം അദ്ദേഹത്തിന് ഉണ്ടാവില്ല. ഇദ്ദേഹം എന്താ ചെയ്യുന്നത്? ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിട്ട് NSന്റെ ആസ്ഥാനത്തെ അദ്ദേഹം കാണുന്നു എന്നുള്ളതാണ്. നായന്മാർക്ക് അതിലൊരു കാര്യമില്ല. ഞാനും അപ്പനും സുഭദ്രയും എന്നുള്ള ഒരു സമീപനമുണ്ടല്ലോ, ആ സമീപനമാണ് NSന്റെ കാര്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് അദ്ദേഹത്തിൻ്റെ ഓരോ പ്രചരണത്തിൽ കൂടി വെളിയിൽ വരുന്നത്. ഇപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പ് 26 തെരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും പിണറായി വിജയനെ വീണ്ടും വിജയത്തിലേക്ക് കൊണ്ടുവരണം. അതാണ് സുകുമാരനായരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. കാരണം തൻ്റെ പേരിലുള്ള, കുടുംബത്തിൻ്റെ പേരിലുള്ള കേസുകൾ എങ്ങനെയെങ്കിലുമൊക്കെ തേച്ച് വാച്ച് കളയണം. അതാണ് പ്രധാനം. അതിന് പിണറായി വിജയൻ ഇഷ്ടമില്ലാത്ത ആരാ? BJPക്കാരാണ്. അവർക്കെതിരെ പറയുക എന്നുള്ളതാണ്. അതായത് ഒരു തരിമ്പും സത്യസന്ധതയില്ലാത്ത വർത്തമാനമാണ് അദ്ദേഹം പറയുന്നത്. അതിൽ കൂടി അപമാനിക്കുന്നു. പലരും പറയുന്നുണ്ട് ഇദ്ദേഹം പോയി UDF നോട്ട് ചെയ്യുക, എന്നിട്ട് BJP ഒന്നും ചെയ്തില്ലെന്ന് പരാതി. ആണ്, തീർച്ചയായിട്ടും. ഇദ്ദേഹം എല്ലാ കാലത്തും, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എല്ലാ കാലത്തും കോൺഗ്രസിന് അനുകൂലമായി നിൽക്കുന്ന ഒരു സംവിധാനമാണ് UDFനെ സംബന്ധിച്ചിട്ടുള്ളത്. ഇപ്പോൾ അവർ ഗതികെട്ട് LDFിൻ്റെ കൂടെ നിൽക്കുന്നതാണ് കേസിൻ്റെ അടിസ്ഥാനത്താണ്. ഇല്ലെങ്കിൽ അയാൾ പിണറായി വിജയനെ തള്ളി പറയും, ഒരു തർക്കവും വേണ്ട. ഈ രീതിയല്ല 2016 സുകുമാരൻ നായർ പറഞ്ഞത് പിണറായിക്കെതിരെ. പിണറായിക്കെതിരെ വളരെ രൂക്ഷമായിട്ട് സംസാരിച്ച ആളാണ് സുകുമാരൻ 2016. പക്ഷേ ഇപ്പോൾ അതല്ല. കേസുകൾ വളരെ കീറാമുട്ടിയായിട്ട് കിടക്കുന്നുണ്ട്. അതിൽ നിന്ന് ഊരിപ്പോരണം, മാനം കാക്കണം. അതിന് ആവശ്യം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രി ആയാൽ മാത്രമേ അതിന് സാധ്യമാവുന്ന തിരിച്ചറിഞ്ഞ അടിസ്ഥാനത്തിലാണ് ഈ വൃത്തികെട്ട വർത്തമാനം സുകുമാരൻ നായർ പറയുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.